ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ക്ലിയർ ചെയ്താൽ ഐസർ അല്ലാതെ മറ്റ് 5 കോളേജുകളിൽ അഡ്മിഷൻ ലഭിക്കുന്നതാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയില്ലേ? ആ കോളേജുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പേരുണ്ട്. അതാണ് IACS കൊൽക്കത്ത. ഇന്ത്യയിൽ നിന്നുകൊണ്ട് ഫിസിക്സിൽ നോബൽ സമ്മാനം നേടിയ ഒരേ ഒരു സയന്റിസ്റ്റ് ആയിട്ടുള്ള സർ CV രാമൻ തന്റെ പരീക്ഷണങ്ങൾ നടത്തിയിരുന്നത് അതേ ലാബുകളിലായിരുന്നു. IIT-കളെക്കാളിലും പഴക്കമുള്ള ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് 2026 മുതൽ ഐസറുകളിലേക്കുള്ള ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആയിട്ടുള്ള അതേ പരീക്ഷ വഴി നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ എടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. സയൻസിനെ പാഷനേറ്റ് ആയിട്ട് കാണുന്ന ആളുകൾക്ക് ഇന്ത്യയിൽ ഇതിനും മികച്ച ഒരു അവസരം ഇനി വരാനില്ല. സോ നമുക്ക് ഡീറ്റെയിൽസിലേക്ക് കടക്കാം. പണ്ട് IACS കയറണമെങ്കിൽ അവർ സ്വയം നടത്തുന്ന പരീക്ഷ ആയിട്ടുള്ള UPST എക്സാം എഴുതണമായിരുന്നു. എന്നാൽ 2026 ബാച്ച് മുതൽ പുതിയ റെഗുലേഷൻസ് വന്നു കഴിഞ്ഞു. ഇപ്പോൾ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് റാങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇവിടെ അഡ്മിഷൻ ലഭിക്കും. എന്തുകൊണ്ട് IACS? ഇതൊരു 5 വർഷത്തെ ഇന്റഗ്രേറ്റഡ് ബാച്ചിലർ മാസ്റ്റർ പ്രോഗ്രാമാണ്, അതായത് BSMS. ഐസറുകളിലൊക്കെ കൊടുക്കുന്ന അതേ വാല്യൂവും അതിനേക്കാൾ വലിയ പാരമ്പര്യവും ഇതിനുണ്ട്. +2 കഴിഞ്ഞ് നേരിട്ട് ഒരു സയന്റിസ്റ്റ് ആവാൻ ഇതിനും നല്ലൊരു വഴി വേറെ നമുക്ക് കാണാൻ സാധിക്കില്ല. ഇനി നമുക്ക് കോഴ്സ് സ്ട്രക്ചറിലേക്ക് കടക്കാം. ഇത് വെറൊരു ഡിഗ്രി കോഴ്സ് അല്ല. ആദ്യത്തെ 1.5 വർഷം, അതായത് 3 സെമിസ്റ്ററുകളിൽ നിങ്ങൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, ബയോളജിക്കൽ സയൻസ് എന്നിവയെല്ലാം ഒരു ഫൗണ്ടേഷൻ കോഴ്സിലൂടെ ഒരു ബേസ് ഉണ്ടാക്കിയെടുക്കണം. പിന്നീടാണ് മേജർ സെലക്ഷൻ. 4ാമത്തെ സെമിസ്റ്റർ മുതൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം മേജറായിട്ട് തിരഞ്ഞെടുക്കാൻ സാധിക്കും. കെമിക്കൽ സയൻസ്, ഫിസിക്കൽ സയൻസ്, ബയോളജിക്കൽ സയൻസ്, മെറ്റീരിയൽ സയൻസ്, മാത്തമാറ്റിക്സ് ആൻഡ് കമ്പ്യൂട്ടേഷണൽ സയൻസ് എന്നിവയാണ് പ്രധാനപ്പെട്ട ബ്രാഞ്ചുകൾ. നിങ്ങളുടെ താല്പര്യവും ആദ്യ 3 സെമിസ്റ്ററുകളിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന മാർക്കിന്റെ മെറിറ്റിനും അനുസരിച്ചാണ് നിങ്ങൾക്ക് മേജർ ചൂസ് ചെയ്യാൻ പറ്റുക. ഇനി പലർക്കും അറിയേണ്ട കാര്യമായിരിക്കും, നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് സ്റ്റൈപ്പൻഡ് ആയിട്ട് വല്ല പൈസയും കിട്ടുമോ എന്നുള്ളത്. IACS സ്റ്റൈപ്പൻഡ് ഉണ്ട്. സ്റ്റൈപ്പൻഡ് നിങ്ങൾക്ക് 7ാമത്തെ സെമിസ്റ്റർ എത്തുന്ന സമയത്ത്, അതായത് മാസ്റ്റേഴ്സ് വിഭാഗത്തിലേക്ക് നമ്മൾ കടക്കുന്ന സമയത്ത് സ്റ്റൈപ്പൻഡ് ലഭിക്കും. പക്ഷേ അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. നമ്മൾക്ക് IACS കിട്ടുന്ന മാർക്ക്, അതായത് അവിടുത്തെ CGPA ഏറ്റവും മിനിമം 7.5 എങ്കിലും ഉണ്ടായിരിക്കണം എന്നതാണ് ക്രൈറ്റീരിയ. ഇനി അവിടെയുള്ള ഒരു റിസർച്ച് ഓപ്പർച്യൂണിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ അവസാനത്തെ 4 സെമിസ്റ്ററിൽ, അതായത് 2 വർഷവും കംപ്ലീറ്റ് നമ്മൾ ലാബ് വർക്കിനായിട്ട് കൂടുതൽ സമയം ഡെഡിക്കേറ്റഡ് ആയിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇനി അവിടെയുള്ള ഒരു ഇവാലുവേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ആ IACS പോയിട്ട് ഒരു ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ ഒന്നും നടത്തി എക്സാം ക്ലിയർ ചെയ്ത് വരാം എന്നുള്ള ഒരു പരിപാടിയൊന്നും അവിടെ നടക്കില്ല. കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇവാലുവേഷൻ പ്രോസസ്സാണ്. ടോട്ടൽ ഒരു സെമിസ്റ്ററിന്റെ മാർക്കിന്റെ 25% ഇന്റേണൽ അസസ്മെന്റിന് വേണ്ടിയിട്ടാണ്. അതായത് ഇന്റേണലി അസസ് ചെയ്തിട്ടുള്ള മാർക്കാണ് 25%. മിഡ് സെമിസ്റ്റർ എക്സാമിനാണ് 25% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ആൻഡ് ഫൈനൽ എക്സാം ആണ് 50%. ഇങ്ങനെയാണ് ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇനി അവിടെയുള്ള അറ്റൻഡൻസും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഒരു കാര്യം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം, IACS പഠനം എന്ന് പറയുന്നത് കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. അറ്റൻഡൻസ് മിനിമം 85% ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ പരീക്ഷ എഴുതാൻ സമ്മതിക്കുള്ളൂ. ഗ്രേഡിംഗ് എന്ന് പറയുന്നത് റിലേറ്റീവ് ഗ്രേഡിംഗ് സിസ്റ്റമാണ്. ഒരു കോഴ്സ് പാസ്സാവാൻ കുറഞ്ഞത് P ഗ്രേഡ് അല്ലെങ്കിൽ 4 ഗ്രേഡ് പോയിന്റ് എങ്കിലും മിനിമം വേണം. ഐസറിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സ്ക്ലൂസീവ് കോച്ചിങ് ആണോ നിങ്ങൾ നോക്കുന്നത്? ഐസറിന് വേണ്ടി മാത്രം ടൈലർ മെയ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ, ഐസറിലെ സ്റ്റുഡൻസ് നിങ്ങൾക്ക് തരുന്ന മെന്റർഷിപ്പ്, വീക്ക്ലി ടെസ്റ്റ്, മന്ത്ലി ടെസ്റ്റുകൾ, ഇതെല്ലാം അടങ്ങുന്ന ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഐസർ കോച്ചിങ് പ്രോഗ്രാമിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്. ഈ ഫോൺ നമ്പറിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി IACS എക്സിറ്റ് ഓപ്ഷൻ ഉണ്ട്. ആർക്കെങ്കിലും 3 വർഷം കഴിഞ്ഞ് കോഴ്സ് നിർത്തണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചില കണ്ടീഷൻസിന് വിധേയമായിട്ട് BSc ഡിഗ്രി വാങ്ങിക്കൊണ്ട് നമുക്ക് എക്സിറ്റ് ചെയ്തു പോകാനുള്ള സൗകര്യവും ഉണ്ടായിരിക്കും. സോ
IITകളും NITകളും ഒക്കെ പോലെ തന്നെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു കരിയർ നിങ്ങൾക്ക് സയൻസിൽ ആഗ്രഹമുണ്ട് എങ്കിൽ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് 2026 നിങ്ങളുടെ കലണ്ടറിൽ മാർക്ക് ചെയ്യുക. പരീക്ഷ ജൂൺ 7-ാം തീയതിയാണ്. ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് രജിസ്റ്റർ ചെയ്യുന്നതോടൊപ്പം തന്നെ IACSന്റെ ഒഫീഷ്യൽ പോർട്ടലിലും നിങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ മറക്കരുത്. ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കാൻ IIT ക്രാഷ് കോഴ്സ് 2026 ഇപ്പോൾ റെഡിയാണ്. രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സിലബസ് നമ്മൾ ക്രാഷ് കോഴ്സിലൂടെ കംപ്ലീറ്റ്ലി കവർ ചെയ്യും. അതുപോലെ തന്നെ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന്റെ പോലെ തന്നെയുള്ള 20ഓളം മോക്ക് ടെസ്റ്റുകൾ നമ്മൾ ക്രാഷ് കോഴ്സിന്റെ ഭാഗമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ വെബ്സൈറ്റിലേക്കുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. മലയാളികളായിട്ടുള്ള നമ്മളുടെ കേരളത്തിൽ നിന്നുള്ള ഐസർ ആസ്പിരൻസിന്റെ ഒരു ഫ്രീ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. ഇനി നമ്മളുടെ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന്റെ മുന്നേ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാം. നിങ്ങൾ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഴുതി ക്രാക്ക് ചെയ്യുകയാണെങ്കിൽ ഐസർ ആണോ ചൂസ് ചെയ്യുക അതോ IACS ആണോ? ഇതിലേതായിരിക്കും ചൂസ് ചെയ്യുക? നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. നിങ്ങളുടെ കമന്റ് തീർച്ചയായിട്ടും ഞാൻ വായിച്ചു നോക്കും. സോ എക്സാം അടുത്തുകൊണ്ടിരിക്കുകയാണ്. സ്റ്റേ ഫോക്കസ്ഡ്. അപ്പം അടുത്ത അപ്ഡേറ്റുമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.